ഞാനിപ്പോൾ നിൽക്കുന്നത് GLPS കള്ളിക്കാട്, അതായത് നഗരപരിധിയിൽ തന്നെയുള്ള നഗരസഭയ്ക്ക് കീഴിൽ തന്നെയുള്ള സ്ഥലമാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു ശക്തി കേന്ദ്രമാണ്. ഇവിടെ നല്ല തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നു. അതേ നീണ്ട നിര നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ UDF ഒക്കെ വളരെ പ്രതീക്ഷയോടെ കാണുന്നതാണ് ഈ മേഖലയിലെ തിരക്കും കാര്യങ്ങളും ഒക്കെ. എന്തായാലും 45-ാം നമ്പർ ബൂത്തിലേക്കുള്ള ഒരു ക്യൂ ആണ് ഒരു വശത്ത് കാണുന്നത്. നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. കുറേ നേരമായോ നിന്നിട്ട്? താമസമുണ്ടോ? എങ്ങനെയാണ്? വേഗതയുണ്ടോ? എങ്ങനെയാണ്? വേഗത കാണുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം നിൽക്കുന്നു. എങ്ങനെയുണ്ട്? തിരക്കാണ്. ഇപ്പൊ വീട്ടിലെ പണി കഴിഞ്ഞിട്ട് വന്നതല്ലേ. എപ്പോഴാ? എത്ര നേരമായി വന്നിട്ട്? ഒരു 15 മിനിറ്റ്. എങ്ങനെയുണ്ട് തിരക്ക്? ഇങ്ങനെ തന്നെയാണോ ഇവിടുത്തെ ഒരു തിരക്കൊക്കെ? ഇല്ല, ഞങ്ങളെ എപ്പോഴും ലാസ്റ്റാ വരിക. അപ്പൊ ഞങ്ങൾക്ക് വോട്ടിടാതെ ഞങ്ങൾ തിരിച്ചു പോകും. ഇത്തവണ നേരത്തെ ഒന്നില്ലെങ്കിൽ ആരും വോട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ ഇപ്രാവശ്യം നേരത്തെ വന്നതാണ്. ഉറപ്പായി വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അതെ അതെ അതെ. എന്തായാലും അതാണ് ചേച്ചി പറയുന്നത്. ഇവിടെ നല്ല തിരക്ക് കാണാൻ സാധിക്കും. നീണ്ട നിര തന്നെയുണ്ട്. ആദ്യം 45-ാം നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് തൊട്ട അപ്പുറത്തും ഒരു ബൂത്തുണ്ട്. അവിടെയും സാമാന്യം ഭേദപ്പെട്ട തിരക്ക് എന്ന് മാത്രം പറയാൻ സാധിക്കും. പക്ഷേ ഈ ആദ്യ ബൂത്തിലെ ഉള്ള അത്രയും തിരക്ക് അപ്പുറത്തില്ല. എങ്ങനെയുണ്ട് തിരക്ക്? തിരക്ക് ഇപ്പോഴേ തുടങ്ങിയിട്ടില്ല. രാവിലെ ഒന്നും തിരക്കുണ്ടായിരുന്നു ഇല്ല അല്ലേ? ഇത് എത്ര നേരമായി ചേട്ടൻ വന്നിട്ട്? എൻ്റെ മിസ്സസ് വന്ന് വോട്ട് ചെയ്തു, ഉടനെ വോട്ട് ചെയ്തു. ആണല്ലേ? ഇപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയപ്പോൾ പ്രശ്നമായില്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ? കുഴപ്പമില്ല. പൊതുവെ സ്ലോ ആണ്, ലാഗാണ്. അവരത് സ്പീഡാകണം. ഇവിടെ 23-ാം വാർഡാന്നും കൂടെ അവർ പഠിക്കണം. തീരെ ഒരു മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു കുറെ നേരമായി വന്നിട്ട് ഒരു സ്ലോ ആണ് പൊതുവെ. രണ്ട് ബൂത്തും ഒരേ ലെവലിൽ നിൽക്കുന്നത്. നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെയൊക്കെ തന്നെയാണ് ഇവിടെയും. അല്പം ഇവർ പറയുന്നത്, അവരുടെ അനുഭവം വെച്ച് അവർ പറയുന്നത് അല്പം സ്ലോ ആണ് എന്നുള്ളത്. അതിന് ചില ബൂത്തുകളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഭേദപ്പെട്ട നിലയിൽ തന്നെ, വളരെ മികച്ച നിലയിൽ എന്ന് തന്നെ പറയാം ഈ ബൂത്തിന്റെ കാര്യത്തിൽ. അപ്പുറത്ത് അല്പം ഭേദപ്പെട്ട നിലയിൽ തന്നെ പോളിംഗ് തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നഗരത്തിലും നല്ല പോളിംഗ് തുടരുകയാണ്.